ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്യു ചാനൽ. പരിമള ആൻഡ് കോ കണ്ടു. എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം മാത്രം, ഒരു ചോദ്യമല്ല 3 ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. ഒരാവശ്യവും ഇല്ലാതെ ഒരു സിനിമ. അതായത് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പ്രേരിപ്പിച്ചത് ജയറാമേട്ടനും ഊർവശി ചേച്ചിയുമാണ്. ഇവരെ തന്നെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി ഡയറക്ടർ പാണ്ഡ്യരാജ് സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പാണ്ഡ്യരാജിനെ നിങ്ങൾക്കറിയാം, തമിഴിലെ മെഗാ സീരിയൽ, അതായത് ഫാമിലി പ്രൊഡക്ട്സ് സിനിമകൾ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ഇപ്പൊ പറയുവാണെങ്കിൽ കാർത്തിയുടെ കടൈക്കുട്ടി സിംഗം, ശിവകാർത്തിയുടെ നമ്മ വീട്ടു പിള്ളை, സൂര്യയുടെ എതിർക്കും തുനിന്തവൻ ആൻഡ് ഇപ്പോൾ ലാസ്റ്റായിട്ട് തലൈവൻ തലൈവി, നിത്യാമേനോൻ, വിജയ് സേതുപതിയൊക്കെ. അപ്പോൾ ഈ മെറ്റീരിയൽ പടം തന്നെയാണ്, ഒരു ഫാമിലി പടം തന്നെയാണ് എപ്പോഴും പാണ്ഡ്യരാജ് എടുക്കുന്നത്. ഇതും അതുമാതിരി ഒരു ഫാമിലി ഡാർക്ക് കോമഡി പോലെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ദൃശ്യം ടൈപ്പ് ഇവർ എടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഒരു അച്ഛൻ, ഒരു അമ്മ, 2 പെൺമക്കൾ. അതും പോരാന്ന് ആ വീട്ടിലൊരു കൊലപാതകം നടക്കുന്നു. അത് ആര് കൊന്നു, എന്തിനു കൊന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ദൈനംദിനം അവർ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പടമാണ്. അപ്പോൾ എന്തിനാണ് ഏതിനാണെന്ന് ഒരു പിടിയില്ലാതെ കുറേ സീൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറയുവാണെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ ഒരാവശ്യവും ഇല്ലാത്തൊരു പടം പോലെയാണ്. അതായത് ഒരു പ്രോപ്പർ എഡിറ്റിംഗ് ഇല്ല. എന്താണ് ചോദിക്കുന്നത്, എന്താണ് നടക്കുന്നതെന്ന്, ഒരു സീൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് സീൻ മാറിപ്പോവുകയാണ്. അപ്പോൾ ഇവിടെ ഫുള്ളായില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ സീൻ മാറ്റിയത് എന്നുള്ള രീതിയിലാണ് അവിടെ നടക്കുന്നത്. പിന്നെ ആക്ടിങ് വൈസ് അങ്ങനെ പെർഫോമൻസ് കൊള്ളാം, സൂപ്പറാണെന്നും പറയാനൊന്നും ഇല്ല. ജയറാമേട്ടനും ഊർവശി ചേച്ചിയൊക്കെ ഒരു മിഡ് റേഞ്ചിലാണ് സിനിമയെ കൊണ്ടുപോയതെന്ന് വേണം പറയാൻ. ചില സമയങ്ങളിലൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ കുളമാവാൻ വേണ്ടി പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ സിനിമയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിൽ സാധാരണ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം, 2 ഒരു പെൺമക്കളുള്ള വീട്ടിൽ എന്താണ് നടക്കുന്നത്. ഒരു അനിയത്തിയും ചേച്ചിയും തമ്മിലുള്ള ആ വഴക്കുകളുണ്ടാവും, അമ്മയും അച്ഛനും തമ്മിലുള്ള ആ ഒരു സ്നേഹങ്ങളും ആ ഒരു വഴക്കുകളും തമ്മിലൊക്കെ ഉണ്ടാവും. ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഈ സിനിമയിലും കാണാൻ നിങ്ങൾ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഓവർ ഒരു നിരാശ സിനിമ തന്നെയായിരുന്നു പരിമള ആൻഡ് കോ. എന്താണ് സംഭവിക്കുന്നത്, പരിമള ആൻഡ് കോ എന്തിനാണ് പേരിട്ടെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാവശ്യവും ഇല്ലാത്ത ഒരു ടൈറ്റിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്യാരക്ടേഴ്സ്, പിന്നെ ഇടയ്ക്ക് സാൻഡിയൊക്കെ വരുന്നുണ്ട്. സാൻഡി വന്നിട്ടൊരു ഡാൻസ്, പാട്ടൊക്കെ. എന്തിനാണ് അവിടെ ഒരു പാട്ട്, അല്ലെങ്കിൽ ആ സീന് തീരാതെ എന്തിനാണ് ഒരു പാട്ട് കുത്തി കയറ്റുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒന്നുമില്ല. ഞാൻ ഈ കാണണോ വേണ്ടിയോ എന്നുള്ള വരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പോകണോ വേണ്ടിയോ എന്നുള്ള. പിന്നെ 2 പേരും ഉള്ളതല്ലേ, നല്ലൊരു കോമഡിയും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഒബിയസ്ലി ആ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ജയറാമേട്ടനും ഊർവശി ചേച്ചിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അവർ തമ്മിലുള്ള ആ ഒരു സംസാരങ്ങൾ, ആ ഒരു കോണ്ടന്റ് എല്ലാം കണ്ടപ്പോൾ അവർ തമ്മിലാകുമ്പോൾ ആ ഒരു നൈസ് ഫീൽ ഗുഡ് ഒരു സാധനം പോലെ എന്തെങ്കിലും വരും. പിന്നെ ആ ട്രെയിലറിൽ കാണുമ്പം ഇങ്ങനെ ഒരു മരണം ഇങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ അറിയുമ്പോൾ ആ ഒരു ഡാർക്ക് കോമഡി ത്രില്ലറിലേക്ക് പോകുന്ന ഒരു ജോണർ ഉണ്ടായിരുന്നാലും അവർ 2 പേരുടെ ആ ഒരു ഫാമിലി ആ സീൻസുകളും കാര്യമൊക്കെ കാണുമ്പോൾ കുറച്ച് വൈബായിരിക്കും, കുറച്ച് തമാശയായിരിക്കും, കുറച്ച് എൻജോയ് ചെയ്യുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഓവറോൾ നിരാശപ്പെടുത്തിയാൽ വേറെ സംശയമൊന്നുമില്ല, പറയാതിരിക്കാനും വയ്യ. ഒട്ടും കൊള്ളില്ല പടം, ഒന്നുമില്ല പടത്തിൽ. ഞാൻ പറഞ്ഞില്ല, ആ ഒരു പാണ്ഡ്യരാജ് എന്തിനാണ് ഈ പടത്തിൽ എടുത്തതെന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കുറച്ച് എക്സ്പെക്ട് ചെയ്തു. കാരണം ഇവരുമായിട്ടുള്ള സീൻസും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലതായിട്ടിരിക്കും. ബട്ട് ഓവറോൾ നിരാശ തന്നെയാണ് എനിക്ക് ഈ സിനിമ തന്നത്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ ഇതിലായിരിക്കും ഇങ്ങനെ തോന്നുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ നല്ല രീതിക്ക് തോന്നിയേക്കാം, ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾ കണ്ടിട്ട് എന്താണെന്ന് പറഞ്ഞേക്ക്. ആൻഡ് മറക്കാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നും കൂടെ കമൻറ്റ് ചെയ്തേക്ക്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആയതിന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, ഹൈപ്പ് ചെയ്തോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള മൂവി റിവ്യൂസ് ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ പരിമളം